ആദ്യത്തെ കുഞ്ഞാനാണെങ്കിൽ 101 തേങ്ങ അടിച്ചോളാമെന്ന് ഞാൻ നേർന്നതാ. തേങ്ങാ വില കൂടിയത് കൊണ്ട് 51 അടിച്ചോളൂ. അതെന്റെ തെറ്റാ, സമ്മതിച്ചു. പക്ഷേ അടുത്തത് പെണ്ണാണെങ്കിൽ 201 തേങ്ങ അടിച്ചോളാമെന്ന് ഞാൻ നേർന്നു. നീ അത് വേണ്ടാന്ന് വെച്ചു. പോട്ടെ, 2 ആണായത് ഞാൻ അങ്ങ് സഹിച്ചു. പക്ഷെ ഇങ്ങനെ 2 എണ്ണത്തിനാണല്ലോ നീ എനിക്ക് തന്നത്. വേണമെങ്കിൽ തേങ്ങാ വില കൂടിയാലും ബാക്കിയുള്ള 50 തേങ്ങ ഇന്ന് തന്നെ അടിച്ചേക്കാം. എന്നാലെങ്കിലും നീ എന്നെ ഒന്ന് കൈകൂപ്പിത്തോഴ. കുടിഞ്ഞന്മാര് ഒന്നുമല്ല, പിള്ളേരെ ഒരു നല്ല നില എത്തിക്കാൻ വേണ്ടി 50 തേങ്ങ ഇന്ന് തന്നെ അടിച്ചേക്കാമെന്ന് നേരുകായിരുന്നു. അല്ല, ഇപ്പൊ എന്താ അവർക്കൊരു കുറവ്? കുറവൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും അവർ കുറച്ചുകൂടെ ഗൗരവമായിട്ട് അവരുടെ ജീവിതത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ വേണ്ടി. എത്ര കാലം കൊണ്ട് നിങ്ങളോട് ഇത് പറയാ മനുഷ്യ? ഇപ്പോഴെങ്കിലും നിങ്ങളുടെ തലയിൽ ഇതൊന്ന് കേറിയല്ലോ. എന്തോന്ന്? എന്ത് കാര്യം നീ പറഞ്ഞു വരുന്നേ? പ്രഭാകരനും പ്രദീപിനും ഓരോ കല്യാണം ആലോചിക്കാൻ. 2 പേർക്കും കൂടെ ഒരു പെണ്ണ? അല്ല മനുഷ്യ, 2 പേർക്കും ഓരോന്ന്. ഒന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ ഈ ഗതിയാ. ഇനി ഓരോന്നിനെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നാലേ ബാക്കിയുള്ളവന്റെ സ്ഥിതി എന്തായിരിക്കും? നിങ്ങൾ എന്താ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നത്? വേഗം പോയി ഒരു ജോസിനെ കാണണം. വെയിലൊന്ന് ആറിയിട്ടെങ്ങാനും പോകാ എന്റെ പൊന്നു കുഞ്ഞമ്മേ. നിങ്ങളോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ഈ കുഞ്ഞമ്മാന്ന് വിളിക്കരുതെന്ന്. ആളുകൾ കേട്ടാ തെറ്റിദ്ധരിക്കും. ഇന്നാലും ബോംബെന്നെ സുനന്ദയും അവളുടെ ഭർത്താവോട് വന്നപ്പോ അയാൾ അവളോട് ചോദിച്ചു ഞാൻ നിങ്ങളുടെ കുഞ്ഞമ്മയാണോന്ന്. ഇന്ന് ഒരു കാര്യം ചെയ്യാം, കുഞ്ഞമ്മ വിളിക്കാൻ മുമ്പ് സുഭദ്ര എന്ന് തുടങ്ങി ചേർത്തേക്കാം. അപ്പോഴും കുഴപ്പമാ. സുഭദ്ര കുഞ്ഞമ്മേന്ന് വിളിച്ചാലും ആള് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് അച്ഛൻ അമ്മയെ സുഭദ്ര എന്ന് വിളിച്ചാൽ മതി. വിളിച്ചോളാ. 2 പേരും ഒന്ന് മാറിയാൽ അങ്ങോട്ട് പോണം. കാലത്തെ പുന്നാരമോൻ തന്നെ ഇറങ്ങിയായിരിക്കല്ലേ? ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോ ശൗരം മുടക്കാണല്ലോ. തന്തപ്പടി ഇറങ്ങാൻ നോക്കൂല. രാവിലെ എന്തിനാ അവന്റെ നേരെ ചാടിക്കടിക്കുന്നത്? എന്റെ അടുത്ത് കളിച്ചോണ്ടല്ലേ. നേരം വെളുത്താ ഉടനെ ഇറങ്ങും. അത് കഴിഞ്ഞാ ഉടനെ ഇറങ്ങും തെണ്ടാൻ. തിരിച്ചു വന്നാ ഉടനെ ഇറങ്ങും. കൊട്ടലേ തെണ്ടല്ലേ. കുറെ നാളായല്ലോ മനുഷ്യന് സൂര്യൻ തരാനായിട്ട്. ഇതുകൊണ്ട് വല്ല ഉണ്ടാക്കിയിട്ടുണ്ടോ? കല എന്ന് പറഞ്ഞാലേ ഒന്നും ഉണ്ടാക്കാനല്ല, അതൊരു സിദ്ധിയാണ്, ഒരു തപസ്യാണ്. അതങ്ങനെ ഇതൊക്കെ മനസ്സിലാകണമെങ്കിലേ ഇതിനകത്ത് വല്ലതും വേണം. എന്റെ അമ്മയെ പോലെ. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി പറയല്ല, ഇവൻ എന്റെ മോനാണെന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പൊ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ എനിക്കില്ലാത്ത ഈ കൊട്ടൽ എങ്ങനെ ഇവനുണ്ടായി? എനിക്ക് കിട്ടിയതേ ഇവിടുത്തെ പാരമ്പര്യമല്ല, എന്റെ അമ്മയുടെ പാരമ്പര്യമാണ് എന്റെ സിദ്ധി. അങ്ങനെ പറഞ്ഞു കൊടുക്കാം മോനെ. എന്റെ മുത്തച്ഛനെ കൊട്ടാരത്തിൽ ആസ്ഥാന വിദ്വാനായിരുന്നു. കേളകത്ത് കിട്ടുള്ളിക്കുറുപ്പ് കേട്ടിട്ടുണ്ടോ? ആർക്കറിയാം, എങ്ങനെയാണ് വിവരം ഉണ്ടായിട്ടില്ല. മുത്തച്ഛനെ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് കാപ്പും വളയും നേരിട്ട് വാങ്ങിയിട്ടുള്ള മൃദംഗ വിദ്വാനാ. അങ്ങേര് കാപ്പും വളയും വാങ്ങി, ഇവനെന്ത് കോപ്പ വാങ്ങിയേ? സമയം വരുമ്പോ വാങ്ങിച്ചോളൂ. അതവൻ സമയം വരുമ്പോ വാങ്ങിച്ചോളൂ. നിങ്ങളെ പോലെ ഒരു പണിയും ചെയ്യാതെ 24 മണിക്കൂറും വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കുകയല്ല അവൻ. അമ്മ ഒരു കാര്യം ചെയ്യും, ഇതെല്ലാം അച്ഛനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയെങ്കിലും ഒരു വിവരം ഉണ്ടാവട്ടെ. മോനെ പ്രഭാര, നീ വേഗം പോയി ആ ജോസിനെ ഉടനെ ഇങ്ങോട്ട് അയക്കണം. പോയി കോപ്പുമളയും വാങ്ങിച്ചോണ്ട് വാ. മോനെ പ്രദീപേ, നിനക്ക് ഇന്ന് ബാങ്കിൽ പോണ്ടേ? സമയമില്ലേ? ടിവിയിൽ ക്രിക്കറ്റ് മാച്ചിലുണ്ട്, അവധി എടുത്തിരിക്കാമേ. ക്രിക്കറ്റ് ഉണ്ടോ? പിന്നെ എപ്പോഴും കുഞ്ഞ സുഭദ്രേ, എനിക്ക് കുറച്ച് കാപ്പി വേണം. എല്ലാം അടുക്കളയിൽ വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് പോയി കഴിച്ചോണം. അങ്ങോട്ട് വരികയായിരുന്നു. എന്താ? ഈ മാസം 16-ാം തീയതി ഒരു കച്ചേരി ഉണ്ട്, അന്ന് ഫ്രീ ആണോ? ഒന്ന് നോക്കിക്കോട്ടെ. 14 ചാലക്കുടി, 15 പാലക്കാട്, 16 17 ശരിക്കും പ്രോഗ്രാം അനുസരിച്ച് മുല്ലശ്ശേരി പോകേണ്ടതാ. പക്ഷെ അത് മാറ്റിവെച്ചു. നിങ്ങളുടെ ഭാഗ്യം. അതേ, വലിയ ഉപകാരം. ആരാ പാട്ട്? MS സുബേഷ്മയുടെ കച്ചേരിയാ. മറ്റു അധികാരമൊക്കെ? ഹരിപ്പാട് വൈദ്യനാഥൻ വയലിൻ, പാലക്കാട് ശംഭു ഘടം, കോഴിക്കോട് നാരായണ മൃദംഗം. കോഴിക്കോട് നാരായണ മൃദംഗം വായിക്കാനുണ്ടോ? ഞാനെന്തിനാ? അല്ല, പ്രഭാകരേട്ടൻ പറഞ്ഞില്ല, മൃദംഗം കൊടുത്തേച്ചാൽ മതി. അല്ല, കോഴിക്കോട് നാരായണയിൽ മേൽസുരത്തിക്കുള്ള മൃദംഗമില്ല, അതുകൊണ്ടാ മൃദംഗം വായിക്കാൻ വന്നിരിക്കുന്നു. അതിന് സാറിന് ചൂടാവുന്നു പറഞ്ഞോണ്ടല്ലോ.
അല്ല മൃദംഗം തരാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, അതിന് സാറ് ചൂടാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വാറ നമുക്ക് വേറെ വല്ലവരും നോക്കാം. അയാൾ വലിയൊരു മൃദംഗ വിദ്വാൻ നടക്കുന്നു. ഭാവി ഭൂതം വർത്തമാനം എല്ലാം പ്രവചിക്കും. ഇങ്ങപ്പുറത്ത് പോകുന്ന സാറിന്റെ മൂലക്ഷം വിളിച്ചു പറയുന്നു, സാറിന് രാജയോഗം അടിക്കാൻ പോകുന്നു. ഒന്നും നോക്കിട്ട് പോകുന്നേ, ഇതും കമ്പ്യൂട്ടർ കേസുകളാ. നിന്നെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നടത്തിട്ട് യാതൊരു പ്രയോജനമില്ല. നിന്റെ ഗ്രാമറൊക്കെ പോയി. ഗ്രാമർ ഇപ്പൊ കമ്പ്യൂട്ടറിനാ. അവനാ ഇപ്പോ ഭൂതവും ഭാവിയൊക്കെ പ്രവചിക്കുന്നത്. എന്റെ സമയം എന്നാ നന്നാകുക. ഒരു ബമ്പർ അടിച്ചെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങി തോളിയിട്ടുണ്ട് നടന്നേനെ. ഇന്ന് വൈകുന്നേരത്തിൽ എനിക്ക് 5 കൈയെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഞാൻ നിന്റെ 32 കൊല്ലം അടിച്ചടക്കും. കഴിവയുടെ മോളെ കള്ളാന്നോ? അയ്യോ, ഞാൻ എത്ര പ്രാവശ്യം നോക്കി പറഞ്ഞതാ എന്റെ തമ്പി കുഞ്ഞെ. അല്ല, രേഖയിൽ വല്ല മാറ്റവും വന്നിട്ടുണ്ടോന്ന്. അത് എത്ര വെച്ചോളൂ. മോളെ ഐശ്വര്യോട് ചീട്ട് കുത്തിയെടുത്താട്ടെ. ആ തമ്പി കുഞ്ഞിനി കണ്ണു അടച്ചിരുന്ന് ഹനുമാൻ അങ്ങ് പ്രാർത്ഥിച്ചോളൂ. വിജാനം ഭൂതഗണാതിസേവിതം കപസേങ്കോപലസാരപക്ഷിതം മാസ് പോലീസ് വിജാനം ഭൂതഗണാതിസേവിതം കപസേജ് ഭൂപലസാരപക്ഷിതം മാസുഖം ശോകം നാശകം. ആ ഇനി തമ്പി കുഞ്ഞ് കണ്ണു തുറന്ന് ആ ചീട്ടം കൊടുത്തു നോക്കിയേ. ഹനുമാനല്ലേ വന്നിരിക്കുന്നത്? അതെ. എന്റെ മോൾക്ക് തെറ്റുപറ്റിയില്ല. ഹനുമാനാണ് വന്നിരിക്കുന്നത്. 1 വർഷം ഹനുമാനെ സേവിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. എന്നാൽ ഇന്ത്യയിൽ മാത്രമല്ല, പുറ രാജ്യങ്ങളിലും അതിഭയങ്കരനായി അറിയപ്പെടുന്ന ഒരു മൃദംഗ വിദ്വാനായി തീരും. ഒന്നര കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്കൊരു പേരക്കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ മാതൃപതി സ്ഥാനങ്ങളിലുള്ളവർക്ക് ദോഷമാണ്. ചുരുക്കി പറഞ്ഞാൽ മരണം വരെ സംഭവിക്കാം. നീ പറഞ്ഞ വല്ലതും കേട്ടോ? എന്തോന്ന്? 1.5 കൊല്ലത്തിനുള്ളിൽ ഒരു പേരക്കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ മാതാവിനോ പിതാവിനോ മരണം വരെ സംഭവിക്കാവുന്നതാണ്. എന്റെ ഗുരുവായൂരപ്പാ, ഒന്ന് ശരിക്കും നോക്കിക്കേ ജോത്സരെ. ജ്യോതിഷം കള്ളം പറയില്ല. ഇനിയിപ്പോ ഒരു പ്രതിവിധിയേ ഉള്ളൂ. പ്രഭാകരന്റെ വിവാഹം ഉടനെ നടത്തണം. ഈ മനുഷ്യനോട് ഞാൻ എത്ര നാളായിട്ട് പറയുന്നതാണെന്നോ. ഇനിയിപ്പോ പെട്ടെന്ന് ആരെ കണ്ടുപിടിക്കാനാ? അനുഭവിച്ചോ, ചാകാൻ പോകുന്നത് നിങ്ങൾ തന്നെയാ. വിഷമിക്കണ്ട, ഒരു നല്ല മാർഗമുണ്ട്. ഞാനൊരു ദല്ലാളിനെ ഇങ്ങോട്ട് അയക്കാം. എന്താ? ഫ്ലഡ്.